വേണമെന്ന് വെച്ചാൽ നമ്മളെ കേരള പോലീസിന് ഇത്ര പണിയുള്ളൂ. ലഹരി. അതിന്റെ പിന്നാലെ തന്നെയാണ് ഓപ്പറേഷൻ തൂഫാന്. നോക്കി നിങ്ങൾ എവിടൊക്കെ ലഹരി ഒളിപ്പിച്ചിട്ടുണ്ട് അവർ കണ്ടെത്തുക. ഇപ്പൊ ഇവർ കണ്ടെത്തിയെന്ന് മാത്രം, ഈ കണ്ടെത്താത്ത ഒരുപാടുണ്ടാവും, പലയിടത്തും ഉണ്ടാവും അല്ലെ. അതിനു വേണ്ടിയിട്ട് പോലീസിനെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരെയും നമ്മളെ സാധാ ആളുകൾ വരെ അവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ്. എന്നാലേ ഈ സംഭവം പൂർണ്ണമായിട്ടും നമ്മുടെ നാടുകളിൽ നിന്ന് നീക്കം ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി എല്ലാവരും രംഗത്തിറങ്ങണം. ഒറ്റക്കെട്ടായിട്ട് ഇപ്പൊ എന്ത് ചെയ്യണം, നമ്മളെ നിയമപാലകർക്ക് ഒപ്പം നിന്ന് കൊടുക്കണം. എന്നാൽ അത് ഇല്ലാതാക്കാൻ പറ്റും. ഇതിങ്ങനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ ഒരു സംഭവമുണ്ട്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ഒരു മലയുടെ മുകളിൽ അകപ്പെട്ടു അല്ലെ. നമുക്കൊക്കെ അറിയാൻ പറ്റും, ബാബു എന്നായിരുന്നു ഒരു പേര്. ഓൻ അകപ്പെട്ടത് മുതല് നമ്മളെ കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകൾ വരെ മറ്റുള്ള എല്ലാ വാർത്തകളും നിർത്തിവെച്ചിട്ട് ലൈവായിട്ട് ഇത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓനെ രക്ഷപ്പെടുത്തിയത് നമ്മുടെ കേന്ദ്ര സേന വന്നിട്ടാ അല്ലെ. നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. ഇത് ഞാൻ ഇവിടെ പറയാനുള്ള കാരണം എന്താ നിങ്ങള്, അന്ന് അവന് ഒരു ലഹരി അടിച്ചിട്ടാണ് അതിന്റെ മുകൾക്ക് കയറിപ്പോയത്. അതൊന്നല്ല, അതിലും ഏറ്റവും നമ്മളെ വേദനപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. അവന് ആ മലക്ക് താഴെ കണ്ണീരോട് കൂടി ഒരു ഉമ്മ കാത്തിരുന്നു. അവന്റെ ഉമ്മ അറിയോ, ആ മോനെ കിട്ടുന്നത് വരെ വെള്ളമില്ലാതെ ആ പാറപ്പുറത്തിരിക്കുന്ന വീഡിയോകൾ നമ്മൾ കണ്ടിരുന്നു അല്ലെ. ഇത്ര വേദനയോട് കൂടിയിട്ടാണ് അവന്റെ ഉമ്മ ഇരുന്നിരുന്നത്. അങ്ങനെ ആ ബാബുവിനെ നമ്മളെ കേന്ദ്രസേന രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. എന്നിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു അല്ലെ. അവനക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് പല ആൾക്കാരും രംഗത്ത് വന്നു. പക്ഷെ അവൻ ഇത്തരത്തിൽ ലഹരിക്ക് അടിമായിരുന്നു എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കേൾക്കുന്നത്. ആ ഉമ്മയ്ക്ക് വളരെയധികം ദ്രോഹങ്ങൾ ഏൽക്കേണ്ടി വന്നു. അവന്റെ അനിയനും ലാസ്റ്റ് ആ ഉമ്മയും ഈ ബാബുവിന്റെ അനിയനും ട്രെയിനിന് മുന്നിൽ ചാടി ജീവിതം അവസാനിപ്പിച്ചു എന്നുള്ളതാണ് അവന്റെ ശല്യം സഹിക്കാൻ വയ്യാതായിട്ട്. നോക്കണങ്ങൾ, അതൊക്കെ അവനെ എത്തിച്ചത് ഈ ലഹരിയിലാണ്. അതുപോലെ തന്നെ നമ്മൾ കേരളം നടിക്കുക ഏറ്റവും വലിയൊരു വിഷയം ഉണ്ടായിരുന്നു അല്ലെ. ഒരു കുടുംബത്തിലെ നിരവധി പേരെ ഒരു യുവാവ് തലക്കടിച്ചു. അതിൽ അതിന്റെ ഉമ്മ അല്ലാത്ത എല്ലാവരും മരണപ്പെട്ടു. അതൊക്കെ നമ്മൾ വളരെ വേദനയോട് കൂടി കേൾക്കായിരുന്നു അല്ലെ. എന്താ ഇതിന് കാരണം എന്ന് പോലും ആർക്കും അറിയുന്ന കൂടെ ഇല്ല. എന്താ പേർക്ക് പറ്റിയെന്ന്. അത്രയും നല്ല മോനായിരുന്നു അത്രേ. ഇതുപോലെ നിരവധി, ഇത് ഒരൊറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവം ഞാൻ പറഞ്ഞോളൂ. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മളെ നാടുകളിൽ വരെ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യണം, അവനെ കൊല്ലണോ ഞാൻ എന്ന് ചോദിച്ച രക്ഷിതാവുണ്ട് എന്നോട്. അറിയോ, ഞാൻ അവൻ എന്താ ചെയ്യേണ്ടത്, അവനെ കൊല്ലണോ എന്നാ ചോദിക്കുന്നത്. അത്ര പോലും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ നാടുകളിൽ ഇത്രയൊക്കെ വന്നതിന്റെ ഫലമായിട്ട്. ഇപ്പോഴെങ്കിലും നമ്മളെ പുതിയ സർക്കാർ ഈ കാര്യത്തിൽ പ്രത്യേകം നന്ദി പറയാണ് ഞാൻ. അവരുടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള, പ്രത്യേകിച്ച് ആഭ്യന്തര മന്ത്രിയുള്ള രമേശ് ചെന്നിത്തല, അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി പറയേണ്ട ഈ വിഷയത്തിൽ. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഇത് അമർച്ച ചെയ്യാൻ നോക്കണ്ടല്ലോ. ഇത് പിന്തുടർന്ന് പോകണം എന്നുള്ളതാണ്. പല ഭാഗങ്ങളിലും മാസത്തിലെങ്കിലും വലിയൊരു റെയ്ഡ് തന്നെ നടത്തണം പോലീസ്. എവിടെയും പോയിട്ട് റെയ്ഡ് നടത്തിയിട്ട് എന്താ അവിടെ നടക്കുന്നുള്ളത് കണ്ടെത്തി തന്നെ വേണം. പല ഭാഗത്തും എവിടെയാണോ സംശയം തോന്നുന്നത് അവിടങ്ങളിൽ റെയ്ഡ് നടത്തിയിട്ടുള്ളത് നോക്കി തന്നെ വേണം. ലഹരി ആവട്ടെ മറ്റെന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് അതിനുവേണ്ടി രംഗത്ത് വരാൻ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ അമർച്ച ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി രംഗത്ത് വരിക. എന്തായാലും വേദനയോട് കൂടിയിട്ട് നമ്മൾ കേട്ട ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ ലഹരി അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ ഞാനൊന്ന് പറഞ്ഞു പോയി എന്ന് മാത്രം. എന്തായാലും പോലീസിനും ആഭ്യന്തരമന്ത്രിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും പ്രത്യേക നന്ദി കൂടെ പറയണം.